നമ്മള് ഗർവാഫസീന്നൊക്കെ കേട്ടിട്ടില്ലേ? അവ രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട് എന്താവട്ടെ. അപ്പൊ ഏതായാലും ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നുമല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. പല ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുക. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ്. നമ്മളെ കൂട്ട് ചില ആളുകൾക്ക് തന്നെ സംശയമുണ്ട്. മറ്റു പല സംഘടനകളും വലിയ നോളജ് സിറ്റികളൊക്കെ ഉണ്ടാക്കി, മറ്റു ചില വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, നമ്മളെന്താ ചെയ്യാത്തത്? നമ്മളെ ഉസ്താദന്മാർ ഒരു പോരാത്തവരാണോ? ഉസ്താദന്മാര് പോരാത്തവരായതുകൊണ്ടല്ല, അവരൊക്കെ എല്ലാ വിഷയത്തിനും പറ്റിയവരും മതിയായവരുമാണ്. പക്ഷെ അത് നമ്മളെ ലക്ഷ്യമല്ല. ആ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ആ ലക്ഷ്യത്തിന്റെ അപ്പുറത്തുള്ള ഒന്നിനു വേണ്ടിയുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ അത്രേ ഉള്ളൂ. അപ്പൊ അതൊന്നും വലിയൊരു സംഗതിയായി കൊണ്ട് ആരും കണക്കൂട്ടും വേണ്ട, വലിയൊരു സംഗതിയായി കൊണ്ട് ആരും മനസ്സിലാക്കും വേണ്ട. നമ്മള് ഗർവാഫസീന്നൊക്കെ കേട്ടിട്ടില്ലേ? അവ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവര് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. നടക്കുന്നുണ്ടാവും ആളുകൾ, എന്തെല്ലാമോ പറയുന്നവരുണ്ടാവും. അവരെ പറ്റി ഒന്ന് ചിന്തിക്കാനേ പോകണ്ട, അവരെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിവിടെ വന്നിട്ടില്ല. യസീദു സഫാഹതൻ വഅസീദു ഹിൽമൻ കഊദിൻ സാദഹുൽ ഇഹ്റാഖു തീബാ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ എല്ലാ ചീത്തയും ഇങ്ങനെ പറയുന്നു. അതങ്ങനെ പറഞ്ഞോട്ടെ, ഞാനതിന് മറുപടി പറയാൻ പോകുന്നില്ല. എന്നിട്ടോ ഷാഫി ഇമാം പറയും, അത് പറയാത്തത് കൊണ്ട് എനിക്ക് സഹിഷ്ണുതയും ക്ഷമയും ഗുണവും ഇങ്ങനെ വർദ്ധിക്കുന്നു. അവൻ വിഡ്ഢിയായി ഇങ്ങനെ പോകുന്നു. ഏതുപോലെ ഊത് തീയിലിട്ട് ആ തീ കൊണ്ട് കരിക്കുന്നോറും നല്ല നല്ല മണം, ഇങ്ങനെ സുഗന്ധദ്രവ്യം വരുന്നു, അത് കരിഞ്ഞു പോകുന്നു. അതുപോലെയാണ് നമുക്ക് ശത്രുക്കളെ പരിഗണിക്കാതെ പ്രവർത്തനം നന്നാക്കിയെടുക്കുക. അതാണ് വേണ്ടത്. ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യബ്ഖാ ഫിൽ അർളി മൻ യഖൂലു അല്ലാഹു അല്ലാഹ്.